എന്താണ് ആലീസ്? ചേട്ടൻ നമ്മുടെ ഈ ബന്ധം അറിഞ്ഞാൽ? അറിഞ്ഞാലെന്താ? ജോണിക്ക് ചേട്ടന്റെ സ്വഭാവം അറിഞ്ഞൂടെ? ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ നിന്റെ ചേട്ടൻ ഒരിക്കലും എതിർക്കില്ല. ജോണിയുടെ അച്ഛൻ സമ്മതിക്കുന്നു. ഈ പീറ്ററിന്റെ സഹോദരിയാണെന്ന പേരിൽ അച്ഛൻ എതിർത്താൽ ഞാൻ അച്ഛനോട് യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയി. എന്നെ എടുത്തു വളർത്തിയെന്നല്ലാതെ ഞാൻ അച്ഛൻ്റെ അടിമയൊന്നുമല്ല. എനിക്ക് വേണ്ടി ജോണി എല്ലാം നഷ്ടപ്പെടണം. ഈ ലോകം മുഴുവൻ നഷ്ടപ്പെട്ടാലും നീ എന്നും എന്റേതായി തീർന്നാൽ മാത്രം മതി. എന്റെ ജോണി, വല്ലവരും കണ്ടാൽ? കാണട്ടെ, എന്നത് ഒഴിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, നേരെ ഒത്തിരി. ഞാൻ പോട്ടെ. ഞാൻ കാറെ കൊണ്ടുവിടാം. അതെ, കല്യാണം കഴിഞ്ഞിട്ട്. എത്തപ്പാൻ ചേട്ടന് നമ്മുടെ ക്ലാരയെ അടുത്തറിയാമല്ലോ. എരപ്പാളി, ആ പെഴകത്തോടെ അടുത്ത് ഞാനെപ്പോഴാ അടുത്തത്? അല്ല, ആളെ അറിയാമല്ലോ എന്ന് പറയായിരുന്നു. അവളെ ആരാ അറിയാത്തത്? തന്ത്രയില്ലാത്തൊരു കൊച്ചിനെ പറ്റവളല്ലേ? ആന്നേ, നമ്മുടെ മോന് വല്ല കാര്യമുണ്ടോ ആ കൊച്ചിനെ മാമൂദിസ മുക്കിക്കാൻ? ടീച്ചർ മുക്കിച്ചോ? അതേ റീത്ത ചേട്ടത്തി പള്ളിമേടെ കയറി വന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്തി. മാമൂദിസ മുക്കി കൊടുത്തില്ലെങ്കിൽ കുത്തി കുടലെടുത്തോളെന്ന് പറഞ്ഞു. ടീച്ചറോ? അതേന്ന്. അച്ഛൻ പാവമല്ലേ, അത് ഞാൻ പേടിച്ച് മാമൂദിസ നടത്തി കൊടുത്തു. കേട്ടോടി നിന്റെ മോന്റെ ഗുണവധികാരം. ഇയാള് കള്ളു കുടിച്ചോണ്ട് വന്നൊരു നേഷണെ പറയുക. ഞാൻ എന്തിനാ ഏഷണി പറയുന്നത്? ടീച്ചർ എവിടെ വേണമെങ്കിലും പോയി വഴക്കുണ്ടായിക്കോട്ടെ. പക്ഷെ പള്ളിക്കാരത്തിൽ തൊട്ട് കളിക്കുന്നത് ഈത്തക്കളിയാണെന്ന് പറയാനാ ഞാൻ വന്നത്. തോമാ, എന്റെ മോൻ വരുമ്പോ ഞാൻ ഇക്കാര്യം അവനോട് ചോദിക്കും. നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ അവനെ നിന്റെ വീട്ടിലോട്ട് അയക്കും. എന്റെ പൊന്നു ചേട്ടത്തി, ദൈവത്തെ ഓർത്ത് അത് മാത്രം ചെയ്യരുത്. അവൻ വന്നാൽ എന്നെയും കൊന്ന് പെരക്ക് നീ മറ്റേ പോവുള്ളൂ. അപ്പൊ നീ പറഞ്ഞത് കള്ളമല്ലേ? എന്റെ ശുദ്ധഗതിക്ക് ഒരു മണ്ടത്തരം പറഞ്ഞു പോയതാ. അയ്യോ, ടീച്ചർ വരുന്ന തലവരുത്തം വരുന്നുണ്ടേ എന്ന് ചോറ് വിളമ്പി കൊടുക്ക. നിങ്ങൾ എന്തിനാ അവനെ ഇങ്ങനെ പ്രാകുന്നത്? എങ്ങനെ പ്രാകാതിരിക്കും? കണ്ണു തെളിയട്ടെ എന്ന് വെച്ച് BA വരെ പഠിച്ചു. എന്നിട്ടിപ്പൊ തെണ്ടി നടക്കല്ലേ? ഈ എരപ്പാളി കാരണം ആലീസെ കെട്ടാനൊരു പട്ടിയും വരത്തിലടി. നല്ല ഒന്നാന്തരം ചെറുക്കനെ കണ്ടുപിടിച്ച് അവന്റെ പെങ്ങളെ അവൻ കെട്ടിച്ചോളൂ. നിന്റെ അമ്മയെ കെട്ടിക്കും. പെണ്ണിന്റെ കണ്ണിനകത്തൊരു ഞെക്കുവിളക്കുണ്ട്, അത് കണ്ണിലടിച്ചാൽ പിന്നെ കാണാ കുടുക്ക് തന്നെ. ഈ പെണ്ണിന്റെ ആ പെണ്ണേതാണെന്നറിയാമോ? ടീച്ചറിന്റെ പെങ്ങളാ. അയ്യോ, ചതിച്ചല്ലോ ഭഗവാനെ. എന്റെ പൊന്നു പെങ്ങളെ ആളറിയാതെ പാടിപ്പോയതാ. ദയവ് ചെയ്ത് പീറ്ററേട്ടനോട് പറയരുതേ. അശ്വതിയുടെ അച്ഛനുള്ള കാലത്ത് ചാക്കോ മുതലാളി അവിടെ താമസിക്കാൻ സ്ഥലം തന്നത്. ഈ വീട് ഞങ്ങൾ വെച്ചതാ. ചുറ്റും കാണുന്ന ദേഹണ്ണവും ഞങ്ങളുടേതാ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ സ്ഥലം ഞാൻ ചാക്കോ മുതലാളിയോട് വിലക്ക് വാങ്ങിയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ വെറും കൈയോട് ഇറങ്ങി പോണെന്ന് പറയുന്നത് എന്ത് ന്യായമാ? ടീച്ചറിന് ന്യായമൊന്നും പഠിപ്പിക്കണ്ട. മര്യാദയ്ക്ക് വീട് ഒഴിഞ്ഞിരുന്നാണ് നല്ലത്. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ടീച്ചർ എന്താ ഇത്? ഏത് പ്രശ്നവും സമാധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നതല്ലേ നല്ലത്? അച്ചോ, മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ അവന് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്നത് ഞാൻ. അത് ഒരു നല്ല രീതിയല്ല ടീച്ചർ. തെറ്റാണെങ്കിൽ അച്ഛൻ ക്ഷമിക്കുക, ഞാൻ മാറി തന്നെ. അച്ഛന്റെ രീതിക്ക് ഈ പ്രശ്നം പരിഹരിച്ചു. ഉണ്ണി, എന്താ കാര്യം? അച്ചോ, ഞാൻ ചാക്കോ മുതലായിട്ട് വാങ്ങിയ സ്ഥലമാണ്. എനിക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശം കിട്ടണം. അതിന് സമ്മതിക്കില്ലെങ്കിൽ എന്നെ കൊണ്ടാവുന്നു ഞാനും നോക്കോളാം.
ലക്ഷ്മിയമ്മേ, എന്താ പ്രശ്നം? ഉണ്ണിക്കിപ്പോ തീറ് കൊടുത്ത 3 ഏക്കർ സ്ഥലത്താണ് അശ്വതിയുടെ വീട് നിൽക്കുന്നത്. അവിടെ ഉണ്ണി ഒരു റബ്ബർ ഫാക്ടറി തുടങ്ങാൻ പോകും. ചാക്കോച്ചനും അതിൽ പങ്കാളിയല്ലേ? അങ്ങനെ കാര്യമായിട്ട് മുതൽ മുടക്കൊന്നുമില്ല. ഉണ്ണി ജപ്പാനിൽ പോയി അതേപ്പറ്റി കൂടുതൽ പഠിച്ചു വന്നപ്പോ ഒരു ഫാക്ടറി തുടങ്ങാൻ സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞു. വളരെക്കാലമായിട്ട് എന്റെ കൂടെ മാനേജറായിട്ട് നിൽക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് എന്റെ വകയായിട്ട് സ്ഥലം ഞാൻ തീർന്നു. 10-20 വർഷമായിട്ട് അശ്വതിയുടെ കുടുംബം ആ വസ്തുവിൽ കുടികിടക്കുകയല്ലേ? മുതലാളി ഇഷ്ടദാനം കൊടുത്തൊന്നുമല്ലല്ലോ. മറ്റൊരാൾക്ക് വസ്തു വിറ്റപ്പോ അങ്ങോട്ട് ഇറങ്ങി കൊടുക്കുന്നല്ലേ മര്യാദ. അവർക്ക് ആ സ്ഥലത്ത് ദേഹണ്ണമുണ്ടല്ലോ. അത് വെട്ടിക്കളഞ്ഞിട്ട് വേണം ഫാക്ടറി പണിയാൻ. അപ്പൊ പുരയോ? പൊളിച്ച് ദൂരെ കളയും. അശ്വതിക്ക് അച്ഛനില്ല. പള്ളിവക സ്കൂളിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ആ നിലയ്ക്ക് അവര് വെറും കൈയോടെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോകും? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അത് ശരിയല്ല ഉണ്ണി. വിധവകളെയും മാതാപിതാക്കന്മാരില്ലാത്ത കുഞ്ഞുങ്ങളെയും ഞെരുക്കുന്നത് തലപ്പെട്ട ദോഷമാണ്. അച്ചോ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു തീരുമാനം അച്ഛനെടുത്താട്ടെ. ആ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു 15 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 15 സെന്റ് സ്ഥലവും ഒരു സൂചി കുത്താ സ്ഥലം ഞാൻ കൊടുക്കില്ല. ഉണ്ണിയുടെ നിലപാട് ഇതാണെങ്കിൽ ചിലപ്പോ അവരവിടെ നിറങ്ങിയില്ലെന്ന് വരും. ഇറക്കാൻ ഇവിടെ പോലീസും കോടതി കൊണ്ടച്ചോ. ഉണ്ണി പഴയ കാലമൊന്നുമല്ല. നീതിക്കെതിരായിട്ട് എന്ത് നടന്നാലും ഇന്ന് പാവപ്പെട്ടവരെല്ലാം ഒന്നിച്ചു കൂടും. പോലീസിനും പട്ടാളത്തിനുമൊന്നും ആ ശക്തിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എനിക്ക് നീതി എന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അച്ചോ, ഞാനൊരു കാര്യം പറയാം. ഒരു 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്തേക്കാം. മുതലാളി എന്തായി പറയുന്നത്? 2 കൂട്ടരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാനിത് പറയുന്നത്. ഉണ്ണി അതങ്ങ് സമ്മതിക്കും. അച്ചോ, അച്ഛൻ ഇടനിലക്കാരനായി നിന്ന് ഈ പ്രശ്നം ഇന്ന് തന്നെ ഒന്ന് തീർത്താട്ടെ. ഈ 10 സെന്റ് സ്ഥലം കൊണ്ട് അവർ എന്ത് ചെയ്യുക? കയറിക്കിടക്കാൻ ഒരു വീട് വേണ്ടേ? വേണം. ഒരു വീട് തല്ലിക്കൂട്ടിയിട്ട് മാറിയാൽ മതി. അതുവരെ ഒന്ന് ക്ഷമിക്കാൻ ഞാൻ ഉണ്ണിയോട് പറയാം. വീട് വെക്കാൻ പണം വേണ്ടേ? അതും ഉണ്ണി തരണമെന്നാണോ? എന്താ സംശയം? അത് ശരിയാണോ പീറ്ററെ? അച്ചോ, 20 വർഷമായിട്ട് അവർ ആ മണ്ണിൽ കുടികിടക്കും. അവർക്ക് ആ ഭൂമിയിൽ ദേഹന്നുമുണ്ട്. സാമാന്യം ഭേദപ്പെട്ടൊരു പുരയുമുണ്ട്. അത് ഉപേക്ഷിച്ചിട്ട് കയ്യും വീശിയിട്ട് ഇറങ്ങിപ്പോണമെന്നാണോ? 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുക്കുന്നില്ലേ? പിന്നെന്ത് വേണം? പുര പൊളിച്ച് മാറ്റി വെക്കാൻ ഒരു 10,000 രൂപ കൂടി ഉണ്ണി കൊടുക്കണം. അതെന്ത് ന്യായമാണ്? ന്യായം എന്തായാലും അത് കൊടുത്തേ പറ്റും. ഉണ്ണി അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ അവർ മാറുകയുമില്ല. മാറിത്തരാമെന്ന് അവർ സമ്മതിച്ചല്ലോ. അച്ചോ, അശ്വതിയും അമ്മയും സ്ത്രീകളാണ്. ഒരാൺതുണയില്ലാത്ത പാവങ്ങൾ. മുതലാളി പറഞ്ഞാൽ പിന്നെ അവർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റും. ആ, അദ്ദേഹം വലിയവനായതുകൊണ്ട് അച്ഛനും അതിന് കൂട്ടുനിൽക്കുന്നു. പീറ്റർ, എനിക്ക് വലിയവനെന്നും ചെറിയവനെന്നുള്ള വ്യത്യാസമില്ല. എന്റെ കണ്ണിൽ എല്ലാവരും മനുഷ്യരാണ്. ഈ ആദർശം എവിടെ നിന്ന് എല്ലാ അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട്, പള്ളി പ്രസംഗിച്ചിട്ടുമുണ്ട്. പക്ഷെ പ്രവൃത്തിയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അച്ഛൻ ഒരു കാര്യം, പറഞ്ഞ തുക കിട്ടാതെ അവരവിടെ നിന്ന് മാറുകയുമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരും അവരെ മാറ്റുകയും. പിന്നെ അനാവശ്യമായി അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെട്ടാൽ ഇനി ഈ ലോഹയെ ഞാൻ ബഹുമാനിച്ചു.